1948 തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞിരക്കുമ്പിൽ കുടുംബത്തിൽ ഏലി വർക്കി ദമ്പതികളുടെ മകളായി ജനനം. ഔപചാരിക വിദ്യാഭ്യാസത്തിനു ശേഷം സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് SD സന്യാസ സമൂഹത്തിലെ അംഗമായി. 1978 മുതൽ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള മേഴ്സി ഹോമിൽ അഗതികൾക്കും അശരണർക്കും അത്താണിയായിത്തീർന്ന ജീവിതം. സിസ്റ്റർ മരിയല്ല SD. ഈ മേഴ്സി ഹോം 1974 ഓഗസ്റ്റ് 4 പടിയറ പിതാവ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ പ്രവർത്തനത്തിനായി ഞങ്ങൾ SD സന്യാസ സമൂഹത്തെ ഇവിടെ കൊണ്ടുവന്നു. ആദ്യം 2 അംഗങ്ങളോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഭവനം 1974 തന്നെ 20 പേരോളം അംഗങ്ങളായി വളർന്നു. ഈ ഭവനത്തിൻ്റെ ആരംഭത്തിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു പുതിയ രംഗമായിരുന്നതിനാൽ ഞങ്ങളുടെ സന്യാസ സമൂഹം അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ടെല്ലാം കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തോടെ അതിന് എന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് 1975 ജൂലൈയിൽ തന്നെ പഠനത്തിനായി വിട്ടു. അതിനുശേഷം പിറ്റേ കൊല്ലം വേറെ ഒരു സിസ്റ്ററിനെയും വിട്ടു. അങ്ങനെ പഠനം പൂർത്തിയാക്കി 1978 ഞാനിവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതുവരെയും എല്ലാ തരത്തിലുള്ള വികലാംഗരും പല പ്രായത്തിലും പല കാറ്റഗറിയിലും പെട്ട വികലാംഗ സഹോദരങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. 5 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള അംഗങ്ങളായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നത്. 1978 ഞാനിവിടെ വരുമ്പോൾ ആദ്യമായി സഭ ഒന്നുചേർന്ന് ഇത് വേണ്ട വിധത്തിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സംഘം ചേർന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഓരോന്നും തിരിച്ച് നമുക്ക് റീഹാബിലിറ്റേഷൻ ആസ്പെക്ട്സ് ഇവിടെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുശേഷം ഇവിടെ പ്രായമുള്ളവരെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് യുവതികളും യുവാക്കന്മാരും കൊച്ചുങ്ങളും ചെറുപ്പക്കാരുമായിട്ടുള്ളവരെ മാത്രം ഇവിടെ ആക്കിക്കൊണ്ട് പിന്നെയുള്ള അഡ്മിഷൻസ് ഒരു യുവാക്കൾക്കും 5 വയസ്സ് തുടങ്ങി 18 വയസ്സിൽ ഉള്ളിൽ ഉൾപ്പെടുന്നവരെ കൂടുതലായിട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അവർക്ക് ആദ്യമായി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് വരെ അവരിവിടെ ഇരുത്തി അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും പഠിക്കാൻ പ്രായമായവരെല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നത് 78. അന്ന് ആ മെയിൽ വന്നു. ജൂൺ തുടങ്ങി ആ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അനുസരിച്ച് എന്തുമാത്രം അവർക്ക് ഏത് ക്ലാസ്സിൽ ചേരാനുള്ള സ്റ്റാൻഡേർഡായോ അതനുസരിച്ച് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അവരെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുവാനുള്ളൊരു തീരുമാനമായി. അങ്ങനെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരോടൊപ്പം ഇരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യമൊരുക്കി അവരെ ദിനവും ഒരു ടാക്സിയുടെ സഹായത്തോടെ സ്കൂളിൽ അയച്ചു പഠിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ ആ പഠനത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ആ കുട്ടികളിലുണ്ടായ ചേഞ്ചസ് ഒത്തിരി വ്യത്യസ്തമായിരുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാനും അവരുടെ ഇടയിൽ ഈ ശാരീരിക പരിമിതികൾ അവരുടെ പഠനത്തിന് തടസ്സമല്ലെന്നും ഉയരുവാനും വളരുവാനും ഇവർക്ക് സാധ്യമാണെന്നുമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അവർ തന്നെത്താൻ നീങ്ങുന്നതിന് അതിടയായി. അങ്ങനെ പല കുട്ടികളും ക്ലാസ്സിൽ 1ാമത് അല്ലെങ്കിൽ 2ാമത് എന്ന സ്ഥാനത്ത് എത്തിപ്പിടിച്ചുകൊണ്ട് പഠനത്തിൽ മുന്നോട്ട് നീങ്ങി. അതോടൊപ്പം തന്നെ അവരിലെ കഴിവുകൾ വരയ്ക്കുവാനും പ്രസംഗിക്കുവാനും പാടുവാനും വരയ്ക്കുവാനും പിന്നെ ഡാൻസ് കളിക്കുവാനുമുള്ള എല്ലാ ശാരീരികവും കലാപരവുമായ എല്ലാ കഴിവുകളെയും ഉണർത്തിയെടുത്തുകൊണ്ട് അവർ ജീവിതത്തിൻ്റെ അവരുടെ ശാരീരിക പരിമിതികൾ ഒരു പരിമിതിയല്ല,
അത് അവർക്കൊരു അനുഗ്രഹമായി ആണ് എന്ന് അവർക്ക് ബോധ്യമാക്കത്തക്ക രീതിയിൽ അവരുടെ ജീവിതം വളരുവാൻ തുടങ്ങി. ഇത് എല്ലാവരെയും കണ്ണു തുറപ്പിക്കുകയും എല്ലാവർക്കും ഒന്നുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. അതോടുകൂടി എല്ലാ കുട്ടികളെയും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, സാധാരണ കുട്ടികളോട് ഒത്ത് സാധാരണ സ്കൂളുകളിൽ പോയി പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പരിപാടികൾ മുന്നോട്ട് നീങ്ങിയത്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഫിസിയോതെറപ്പി, മൊബിലിറ്റി ട്രെയിനിങ്, പിന്നെ സർജറി വേണ്ടവർക്ക് അവരുടെ ശാരീരിക പരിമിതികളെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ ഓപ്പറേഷൻ നടത്തി ചെത്തിപ്പുഴ ആശുപത്രിയിലും വേറെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി അവർക്ക് ചലന സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുവാനും, അല്ലാത്തവർക്ക് ആവശ്യമായ ഫിസിയോതെറപ്പി, ഓക്യുപ്പേഷൻ തെറപ്പി എന്നിവയിലൂടെ ആവശ്യമായ എക്സസൈസ് നൽകി നടത്തുവാനും ഒക്കെ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഞാൻ 12 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ മേഴ്സി ഹോമിൽ വന്നത്. ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. വീട്ടിൽ വെച്ച് കഷ്ടി എഴുതാനും വായിക്കാനും മാത്രമേ അറിയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് അന്നിവിടെ ഞങ്ങളൊക്കെ ആദ്യം മേഴ്സി ഹോം തുടങ്ങിയ ഉടനെ വന്നതാണ്. അന്നിവിടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മരിയില്ലാമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് കുട്ടികളെ സ്കൂളിൽ വിടാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും അന്ന് തീരെ ചെറിയ കുട്ടികളേക്കാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ 10-12 വയസ്സുള്ളതുകൊണ്ട് അന്ന് ഞാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് മരിയില്ലാമ്മയുടെ പ്രോത്സാഹനവും പ്രയത്നമൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ 10ാം ക്ലാസ്സും +2ഉം ഈ നാഷണൽ ഓപ്പൺ സ്കൂളിൽ നിന്ന് പഠിച്ച് തന്നെ ഇവിടെ ഇരുന്ന് പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കുന്ന സ്ഥലം ജയ്പൂർ, അവിടെ പോയി അതുണ്ടാക്കാൻ പഠിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. ആ സെൻറ്ററിൽ ഞങ്ങൾ കുറേ വർഷം വർക്ക് ചെയ്തു. പിന്നെ ആ സെൻറ്റർ അവിടെ നിന്ന് മാറ്റിയപ്പം ചെറുതായിട്ട് ഇവിടെ താഴെയുണ്ട്, അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ ഇവിടെ ഈ ഓഫീസിൽ വർക്ക് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലും ഞാൻ സഹായിക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്കും മിസ്സുമാർക്കും ഒക്കെ പുസ്തകം എടുത്ത് കൊടുക്കുന്നതും അങ്ങനെ സഹായിക്കുന്നതൊക്കെ ഞാനാണ്. വീട്ടിലായിരുന്നെങ്കിൽ ആ വീട്ടിലുള്ള ചുരുക്കം ചിലരുമായിട്ട് മാത്രം, വീട്ടിലുള്ളവരുമായിട്ട് മാത്രം ഇടപഴകി ജീവിക്കും. അത് അവരുടെ കാര്യങ്ങൾക്ക് പോകും. പിന്നെ ഞാൻ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കാണാനും അറിയാനും പഠിക്കാനും എല്ലാം കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിന് വളരെ മൂല്യമുണ്ട്. സിസ്റ്റർ ഒത്തിരി ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ ഇത്രയും വർഷം ഇവിടെ പല കുട്ടികളും പഠിച്ച് ജോലി ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിലും സിസ്റ്റർ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സിസ്റ്റർ പഠിപ്പിച്ചതും ഇതൊക്കെയാണ് എല്ലാവരും തന്നെ പുറത്ത് പോയി പഠിക്കാനും അവർക്ക് ജീവിത വിജയത്തിന് തന്നെ ഒരു കാരണമായിട്ടുള്ളത്. ആദ്യം വരുമ്പോൾ തന്നെ അവനവൻ്റെ ജീവിതചര്യകൾ, സെൽഫ് ഹെൽപ്പ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്യുവാനുള്ള പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തതായി അവരുടെ ചലനത്തിലേക്ക് ശ്രദ്ധിച്ചു. പിന്നെ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്താണെന്നും അതിൽ കൂടുതൽ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കലാപരമായ കഴിവുകൾ ഉണർത്തുവാനും
ഇവയോടൊപ്പം തന്നെ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കുവാനും എല്ലാം ഒന്നുചേർന്ന് അവർക്ക് അവസരം നൽകി. അങ്ങനെ അനേകം കുട്ടികൾ 600 അധികം കുട്ടികൾ ഇവിടെ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി പടിപടിയായി അവരുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലേക്ക് കടന്ന് ഇന്ന് അനേകം പേർ വിവിധ തുറകളിൽ വിദ്യാഭ്യാസം ലഭിച്ച് കുടുംബമായി ജീവിക്കുന്നവരുണ്ട്. 1987 ആയപ്പോഴേക്കും ആൺകുട്ടികളുടെ സെക്ഷൻ കൊടുനാട്ടുകുന്നിലേക്ക് മാറ്റി ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമായി തുടർന്നു. അതിനുശേഷം 90-95 ആയപ്പോഴേക്കും പോളിയോ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടപ്പോൾ പോളിയോയെ കഴിഞ്ഞും കൂടുതൽ സെർബ്രൽ പാൾസി കുട്ടികളും ഡെവലപ്മെൻ്റൽ ഡിലേ ആയിട്ട് വരുന്നവരെയും തെറപ്പി ആവശ്യമായി വന്നതിനാൽ അവരെ ഇവിടെ താമസിപ്പിക്കുക അവർക്കും കുടുംബത്തിനും സാധിക്കാത്തൊരവസ്ഥ വന്നു. കാരണം അവർ ഒരിക്കലും അവരുടെ മൂവ്മെൻറ്റ്സ് വളരെ പരിമിതമായിരുന്നതുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾ തനതായി നിർവഹിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും പേരൻസിനെ വിട്ടുപിരിഞ്ഞുള്ളൊരു ജീവിതം അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ടും പേരൻസിനോടുകൂടി എന്തെങ്കിലും ഒരു സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ ആദ്യമായി തന്നെ ഇവിടെ ഒരു സർവേ നടത്തി. അങ്ങനെ 1997-98 ഒരു സർവേ നടത്തിയപ്പോൾ ഈ 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഈ ചങ്ങനാശ്ശേരി മാടപ്പള്ളി ബ്ലോക്കിൽ ഏകദേശം 2500 ചെല്ലുവാനും വികലാംഗരെ കണ്ടെത്തുവാനായി. എങ്കിലും അതും പൂർണ്ണമായൊരു സംഖ്യയല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അത്രയും ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണമല്ലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവരുടെ ഈ തെറപ്പി ആദ്യമേ തുടങ്ങുവാൻ. കാരണം അവർ ഡെവലപ്മെൻ്റലായിട്ട് വളരെ താമസം വരുന്നതിനാൽ ആ ഡിലേ വരുന്ന അവസരം തുടങ്ങി അവരെ ശ്രദ്ധിക്കുവാനും ഒക്കെയായിട്ട് അവർക്ക് കുറേ പേരെ ട്രെയിൻ ചെയ്തിട്ട് ഗ്രാമങ്ങളിലും കൂടി അവരെ പരിശീലിപ്പിച്ച് അവരുടെ സഹായം എത്തിക്കത്തക്ക രീതിയിലേക്കുള്ള സംവിധാനം വേണമല്ലോ എന്നോർത്ത് ഞങ്ങളിവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 ബാച്ച് 1997 തുടങ്ങി ഇൻഫോർമലായിട്ട് ഞങ്ങളിവിടെ ട്രെയിൻ ചെയ്യിച്ചു. ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, പിന്നെ പുറത്തു നിന്ന് കുറച്ച് സിസ്റ്റേഴ്സും ഒക്കെ വന്ന് ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ തെറപ്പിയായിട്ട് ഔട്ട് പേഷ്യൻ്റ് തെറപ്പി തുടങ്ങി. അതിനുശേഷം 2000 ഒരു എക്സ്റ്റൻഷൻ വിങ് പോലെ മേഴ്സി ഹോമിൻ്റെ എക്സ്റ്റൻഷൻ വിങ്ങായിട്ട് കുരിശുമൂട്ടിലൊരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പേരൻസിനോട് കൂടി തന്നെ പേഷ്യൻസിനെ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളെ അവരെപ്പോൾ ഡിലേ ആകുന്നുവോ 6 മാസമാകുമ്പോൾ കമിഴ്ന്ന് വീണിട്ടില്ലെങ്കിൽ അപ്പോൾ തുടങ്ങി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഉത്തേജനം നൽകി വളർച്ചയുടെ കാലഘട്ടങ്ങളെ നോർമലായിട്ട് കടത്തിക്കൊണ്ട് പോകുവാനുള്ള പരിശീലനം നൽകാനുള്ള സാധ്യതകളിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ CBR പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ ചാസിൻ്റെ നേതൃത്വത്തിൽ 8 പേരെ പരിശീലിപ്പിച്ചു. ആ പരിശീലനം അവർക്കിവിടെ കൊടുത്തു. അവരെയും കൂട്ടി ഉൾപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് സർവേ നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ പോയി പേരൻസിനും നാട്ടുകാർക്കും ഒക്കെ അവയർനെസ് പ്രോഗ്രാം കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഫലമായി ഏറെ പേർ വികലാംഗരെക്കുറിച്ചുള്ള അറിവ് കൂടുതലായി ലഭിക്കുന്നതിനും അവരെ കണ്ടെത്തുന്നതിനും എന്ത് ചെയ്യണമെന്ന് ഓരോ കുഞ്ഞും ഉണ്ടായിക്കഴിയുമ്പോൾ വീടുകളിൽ അവർക്ക് നോർമലായ ഒരു പ്രസവം നടന്നില്ല എങ്കിൽ ആ കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കണമെന്നൊക്കെ CBR വർക്കേഴ്സിന് പരിശീലനം കൊടുത്തു. അവരതനുസരിച്ച് വീടുകളിൽ പോയി പേരൻസിനെ, പ്രത്യേകിച്ച് അമ്മമാരെ കൈകാര്യം ചെയ്യുവാനും അവരുടെ ആ പ്രസവത്തിൻ്റെ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തിക്കൊണ്ട് അതനുസരിച്ച് ആ കുഞ്ഞിനെ അതിൻ്റെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കിടത്തുമ്പോഴും അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം അതിനാവശ്യമായ പൊസിഷനിലൂടെ കിടത്താനും ഒക്കെ അവർ സഹായിച്ചു. പിന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞ് 3 മാസമാകുമ്പോൾ തല നേരെ നോക്കാനൊക്കെ തുടങ്ങിയില്ലെങ്കിൽ അപ്പോൾ ഞങ്ങളെ അറിയിക്കും. ഞങ്ങളും കൂടെ സഹായിച്ച് ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയി ചെയ്യുകയോ ചെയ്ത് അങ്ങനെ ആ കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ ഓരോന്നായി പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പല കുട്ടികൾക്കും ആദ്യമേ തുടങ്ങി ഈ തെറപ്പിയുടെ ഭാഗമായിട്ട് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ പ്രോഗ്രാം ആരംഭിക്കാൻ തുടങ്ങി. അത് പല കുട്ടികൾക്കും, ഈ നാട്ടിലുള്ള അനേകായിരം കുട്ടികൾക്കും
വളർച്ചയിലെ കാലഘട്ടങ്ങളിൽ പരിമിതികളെ അതിലംഘിക്കാനായിട്ട് സഹായകമായിട്ടുണ്ട്. അതാണ് അങ്ങനെ അതിൻ്റെ ആവശ്യം നേരിട്ട് വന്നപ്പോൾ അതിനുള്ള സൗകര്യങ്ങളോടുകൂടി 2000 ഈ MRT സെൻറ്ററിൻ്റെ പണി ആരംഭിച്ചു. 2003 ആയപ്പോഴേക്കും അത് പ്രവർത്തനം ആരംഭിച്ചു. 2004, 5, 6 ഒക്കെ ആയപ്പോഴേക്കും പടിപടിയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ട് ഓരോരോ കാലഘട്ടങ്ങളിലും ആവശ്യമായ തെറപ്പി സംവിധാനങ്ങളും അതനുസരിച്ചുള്ള സ്റ്റാഫിനെയും അപ്പോയിൻ്റ് ചെയ്തു. അനേകം പേരെ പഠിപ്പിച്ചു. അങ്ങനെ ഇന്ന് ഈ MRT സെൻറ്റർ ഏകദേശം എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു തെറപ്പി സെൻ്ററായിട്ട് ആയിത്തീർന്നു. ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഏകദേശം 15 വർഷമായി. 1997 ഇതിൻ്റെ ആരംഭമെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ ഈ പുതിയ ബിൽഡിങ് പണിത് ഈ കോഴ്സുകൾ ആരംഭിച്ചിട്ട് 15 വർഷം തികയുകയാണ്. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ എല്ലാ തരം ഡിസബിലിറ്റിക്കുമുള്ള തെറപ്പി സർവീസസ് നൽകപ്പെടുന്നുണ്ട്. ഫിസിയോതെറപ്പി, സ്പീച്ച് തെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക്, ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഒക്കെയുള്ള ട്രെയിനിങ് തെറാപ്പി നൽകപ്പെടുന്നു. അതിലേക്ക് ആവശ്യമായ എല്ലാ സാധ്യതകളും ഫെസിലിറ്റീസും നമുക്കിവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ ഡിസബിലിറ്റി ഏരിയയിലും പഠിച്ച് പ്രാവീണ്യം നേടിയ വിദഗ്ധരായ അധ്യാപകരും തെറപ്പിസ്റ്റും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ തെറപ്പി എന്ന ഒരു കോഴ്സ് നടത്തുന്നു. 2.5 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ നമ്മൾ നടത്തുന്നു. ഈ കോഴ്സ് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഉൾപ്പെടെ ഈ MRT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഇത് നടത്തപ്പെടുന്നുള്ളൂ. വേറെ 4 സെൻറ്റേഴ്സിലും ഇന്ത്യയിൽ നടത്തപ്പെടുന്നതെല്ലാം നോർത്തേൺ സൈഡിലാണ്. ഈ സ്ഥാപനം ഇങ്ങനെ ഉയർത്തപ്പെടുവാൻ കാരണഭൂതിയായത് നമ്മുടെ സിസ്റ്റർ മരിയല്ലായുടെ വളരെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. സിസ്റ്റർ മരിയല്ല ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് ഏതാണ്ട് 1980കളിൽ തന്നെ മേഴ്സി ഹോമിൽ ജോലി ചെയ്തിരുന്നു. അന്ന് മാർ ആൻ്റണി പടിയർ പിതാവ് 1974 ഈ സ്ഥാപനം മേഴ്സി ഹോമിന് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിന് ഏൽപ്പിച്ചു തന്നപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ ഉള്ള പാവപ്പെട്ട കുട്ടികളെ, ശാരീരിക വൈകല്യമുള്ള പാവപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇവിടെ താമസിപ്പിച്ച് അവരെ ശുശ്രൂഷിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന കരുതലുകൾ നൽകുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിയല്ലയെ SD സന്യാസ സമൂഹം വെല്ലൂരിൽ ഓക്യുപ്പേഷണൽ തെറപ്പി പഠിപ്പിക്കാനായി അയച്ചു. സിസ്റ്റർ മരിയല്ല ഈ കോഴ്സ് പഠിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് മേഴ്സി ഹോമിൻ്റെ മുഖച്ഛായ തന്നെ മാറിയത്. കുട്ടികളെ വെറുതെ ഇങ്ങനെ വീട്ടിൽ പാർപ്പിച്ചാൽ പോരാ, പിന്നെയോ അവരെ പഠിപ്പിക്കണം, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, സമൂഹത്തിലേക്ക് അവരെ എത്തിച്ച് കൊണ്ടുപോകണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ സിസ്റ്റർ മരിയല്ലായുടെ നേതൃത്വത്തിൽ SD സന്യാസിനിമാർ പ്രവർത്തനം ആരംഭിച്ചു. ഈ 2010 ശേഷം കുറേ കൂടി അഡ്വാൻസ്ഡായിട്ട് പ്രത്യേകിച്ചും ഓട്ടിസം കുട്ടികളുടെ ഇവിടെ തെറപ്പിക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ച് അതിനുള്ള ട്രെയിനിങ് എടുത്ത് സിസ്റ്റേഴ്സിനെ തന്നെ ട്രെയിനിങ്ങിന് അയച്ച് അവർ തിരിച്ചു വന്ന് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് ഓഫ് ഓട്ടിസം ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ബ്ലോക്ക് തുടങ്ങി. അങ്ങനെ ആ കുട്ടികൾക്കും ആവശ്യമായ പരിശീലനം നൽകിക്കൊണ്ട് കുഞ്ഞുനാൾ തുടങ്ങി കുട്ടികളുടെ ഓരോരോ ആവശ്യങ്ങളിലും അവരുടെ പരിമിതികളെ കണ്ടെത്തുവാനും ആ പരിമിതികൾ ഇല്ലാതാക്കിക്കൊണ്ട് നോർമലായ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് അവരെ നീക്കിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ സഭയും
സംവിധാനങ്ങളും ഒത്തിരി ഉപകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സഭ അതിനാവശ്യമായ അംഗങ്ങളെ യഥാസമയം ട്രെയിൻ ചെയ്യാനും ആവശ്യമായ വിവിധങ്ങളായ ട്രെയിനിങ്ങിലൂടെ സഹോദരിമാരെ തന്നെ ട്രെയിൻ ചെയ്തെടുത്ത് ഇവിടെ അപ്പോയിൻ്റ് ചെയ്യുകയും ആവശ്യാനുസരണം സമയാസമയങ്ങളിൽ അവർക്ക് ആവശ്യമായ ഉപരിപഠനവും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള പ്രത്യേകിച്ചുള്ള ടെക്നിക്കൽ നോളജ്, സിസ്റ്റമാറ്റിക് നോളജ് എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ കൂടുതൽ ഈ സെക്ഷനിലേക്ക് പ്രാപ്തരാക്കുകയും സ്റ്റാഫിനെ എക്യുപ്ഡാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊത്തിരി അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഈ വികലാംഗ പരിശീലന ഘട്ടങ്ങളിൽ ആയിരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്ന രോഗികൾക്കും ഇതേറെ ഉപകാരപ്രദമാണ്. ശ്വാസത്തിലും ഉരുവിടാനായി നാവിൽ തിരുനാമമെപ്പോഴും കരുതി വയ്ക്കും. ഓരോ ശ്വാസത്തിലും ഉരുവിടാനായി നാവിൽ തിരുനാമമെപ്പോഴും കരുതി വയ്ക്കും. ആത്മീയ സന്തോഷം ആസ്വദിക്കാനായി പാപസുഖം ഞാൻ പരിത്യജിക്കും. ആത്മീയ സന്തോഷം ആസ്വദിക്കാനായി പാപസുഖം ഞാൻ പരിത്യജിക്കും. ഓരോ ശ്വാസത്തിലും ഉരുവിടാനായി നാവിൽ തിരു